ഹലോ. ഇന്ന് എൻ്റെ ആദുവിൻ്റെ സ്കൂളിൽ റെയിൻ ഡേ സെലിബ്രേഷനാണ് കേട്ടോ. അപ്പം റെയിൻ ഡേ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറച്ച് ചെയ്ത് കൊടുത്ത് വിടണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആൾ ഓൾറെഡി ഒരു പ്ലേ ഗ്രൂപ്പ് ആയതുകൊണ്ട് പ്ലേ ഗ്രൂപ്പിന് വലിയ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ക്ലൗഡിനെയും റെയിൻ ഡ്രോപ്പിനെയും വരച്ച് കൊടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചിമാർ പറഞ്ഞു അവർ ചെയ്യുന്നത് ക്ലൗഡാണ്, ക്ലൗഡ് വെച്ച് ഹാങ് ചെയ്ത് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു റെയിൻ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മെസ്സേജ് പറഞ്ഞു വലിയ കുഴപ്പമില്ല ചെയ്തില്ലെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷൻ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ആദ്യമായിട്ടാണ്, കാരണം എനിക്ക് പോലും ഞാൻ ചെയ്തിട്ടില്ല, കാരണം കുഞ്ഞിലെ എനിക്ക് പോലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് ചെയ്യുന്നു, അങ്ങനെ ഇഷ്ടപ്പെട്ടു ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്, കാരണം എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. കാരണം ഇവിടെ സ്കെച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു എല്ലാം അവൻ പല ദിശകളിലാക്കി. ഒന്നും ഇപ്പോൾ ഈ വീട്ടിലിരിപ്പില്ല. മേടിച്ച് അവൻ കണ്ടു കഴിഞ്ഞാൽ തീർന്നു, പുറത്തെടുത്താൽ തീർന്നു. അതുകൊണ്ട് അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതെല്ലാം ഒട്ടിച്ച് സെറ്റ് ചെയ്ത് ഇന്ന് കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ, നല്ല ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ അത് മാത്രം മതിയോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇത് കുറച്ചുകൂടി ഇഷ്ടമായി. അപ്പോൾ എന്നാൽ പിന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. രാത്രി ആയതുകൊണ്ട് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല, നോർമലാണ്. ഈ കൊലത്തിലാണ് ഞാൻ ഇരിക്കുക. ഇനിയിപ്പോൾ രാത്രി മേക്കപ്പ് ഇട്ട് ചെയ്യാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് ഉള്ള രൂപത്തിൽ അങ്ങ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ, കൊള്ളാമെങ്കിൽ. അങ്ങനെ രാത്രിയിലെ പണിയെല്ലാം കഴിഞ്ഞ് രാവിലെ ഞാൻ അവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്കൂളിൽ പോയപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോൾ അറിയാം ഏതവസ്ഥയിലാണ് എൻ്റെ റെയിൻ ഡ്രോപ്പും പിന്നെന്താ എൻ്റെ ക്ലൗഡൊക്കെ ഏത് രീതിയിൽ വരുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം കേട്ടോ. പിന്നെ അവൻ ഇനിയിപ്പോൾ ഒരുപാട് സെലിബ്രേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് ചെയ്ത് കൊടുത്തു വിടണം എന്ന് നോട്ടീസിലുണ്ട്. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി ചെയ്ത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു വിടാൻ പറ്റുന്നൊരവസരം കിട്ടിയത്. സോ ഐ ആം സോ എക്സൈറ്റഡ്. അപ്പോൾ അവൻ കുഞ്ഞായതുകൊണ്ടും ആളധികം വലിയ സൈസായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്ത് കൊടുത്ത് വിട്ടിട്ടുണ്ട്. എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഗൈസ്.